7 സെന്റിൽ 3 ബെഡ്റൂമോട് കൂടി 2100 സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായിട്ട് ചെയ്ത വീടാണ്. ഈ വീടിന്റെ കിച്ചൺ വരെ ഇവിടുന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഹൈലൈറ്റ്. നമ്മുടെ ആർക്കിടെക്ട് നമുക്ക് ഭംഗിയായിട്ടൊരു വിൻഡോ തന്നു. അപ്പൊ ആ ഒരു ഏരിയ കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചുകൂടെ ഭംഗിയായി. ഊഞ്ഞാല് ബുദ്ധന്റെ സ്റ്റാച്യു വേണമെന്നാണ് പറഞ്ഞപ്പോ രണ്ടും കൂടെ ഞങ്ങൾക്ക് ഒരു ഏരിയയിൽ വന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ. ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കിച്ചൺ ഉണ്ടാക്കിയില്ല, ഇതന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഹായ് ഫ്രണ്ട്സ്, സാധാരണ ഒരു ചെറിയ കുടുംബം എപ്പോഴും ആഗ്രഹിക്കുക ചെറിയ പ്ലോട്ടിൽ അടിപൊളി വീട് വെക്കണമെന്നാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 7 സെന്റിൽ 3 ബെഡ്റൂമോട് കൂടി 2100 സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായിട്ട് ചെയ്ത വീടാണ്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ലൈക്കും ഷെയർ കൊണ്ടാണ് പുതിയ പുതിയ വീടുകൾ ചെയ്യാൻ നമുക്ക് താല്പര്യം വരുന്നത്. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ഈ ഒരു പ്ലോട്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വീടിൻ്റെ ഒരു പേര് ഇവിടെ ഒരു യു ഷേപ്പിൽ മെറ്റലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ഒരു മതിൽ തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂ പോകുന്ന ഫ്രണ്ട് ഫേസ്. സാധാരണ രീതിയിൽ ചെറിയ പ്ലോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എന്തായാലും നീളത്തിൽ വരും. ഈ ഒരു വീടിൻ്റെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഇത് തന്നെയാണ്. അതിൽ മുഴുവനായിട്ട് ഗേറ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ് ഒരു സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റുക. ഇതിലും ആ ഒരു യു ഷേപ്പ് ഇവിടെ ഡിസൈനർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. വീടിൻ്റെ ഫ്രണ്ട് ഫേസിലേക്ക് വരികയാണെങ്കിൽ ഫ്ലോറിൽ നമുക്ക് നാച്ചുറൽ സ്റ്റോൺ കാണാൻ പറ്റും. അതുപോലെ വീടിൻ്റെ എലമെൻറ്റിലും സ്റ്റോൺ എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഈ ഒരു വലിയ മുറ്റം നീളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു സൈഡ് കോണായിട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. ഈ കോണിലാണ് കാർ പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന് സ്പേസ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ലാൻഡിന് സ്പേസ് കുറവാണെങ്കിൽ അത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എൻജിനീയർ ശ്രദ്ധിച്ച കാര്യം. ഇനി ഈ വീടിൻ്റെ ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. വീടിൻ്റെ മുറ്റത്ത് മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തെന്ന് പറയുമ്പോൾ നല്ലൊരു ഈവനിങ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരിടം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട വീടിൻ്റെ ഡീറ്റെയിൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2100 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഫേസിൽ നമുക്ക് ഈ ഫ്രണ്ട് ഏരിയ തന്നെയാണ് ആ വീടിൻ്റെ മെയിൻ ഡിസൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു 1.5 മീറ്റർ ക്യാൻലിവർ ചെയ്തിട്ടാണ് മേലെയുള്ള ബാൽക്കണി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പിൽ ഒരു സ്ലോപ്പ് റൂഫും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ നമുക്ക് ആ സ്ലോപ്പ് റൂഫിലൂടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു വീടിനെ എംഫസൈസ് ചെയ്യുന്ന ഭാഗം കൂടിയാണ് അത്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴാണ് സിറ്റ് ഔട്ട് ഏരിയ വരുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഒരു ട്രോപ്പിക്കൽ മോഡേൺ നിന്ന് മാറി മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ഫ്ലാറ്റൺ റൂഫാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നാച്ചുറൽ ടെറാക്കോട്ട സ്റ്റൈലിലെ ക്ലാഡിംഗ് സ്റ്റോണും കൊടുത്തപ്പോൾ ഈ വീടിൻ്റെ ടോട്ടൽ എലിവേഷൻ അടിപൊളിയായി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽ ആയി പറയൂ എന്നല്ലേ. വെറുതെ അല്ല, ഈ ഒരു സിറ്റ് ഔട്ട് കാണുമ്പോൾ തന്നെ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ക്യാൻഡിലിവർ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പല വീഡിയോകളിൽ പരിചയപ്പെടുത്തിയതാണ്. അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു എൻഡിങ് വരുന്നത്. ഇങ്ങോട്ട് കുറച്ച് തള്ളിയിട്ടാണ് സിറ്റ് ഔട്ട് നിൽക്കുന്നത്. ഗാർഡനിലേക്ക് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഇരിപ്പിടം കാണാൻ പറ്റുന്നത്. ഈ ഇരിപ്പിടത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇത് ഷൂറാക്കാണ്. അതുകൂടാതെ എക്സ്ട്രാ 2 സിറ്റിംഗ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പോഷ് ഫിനിഷുള്ള ടൈലുകളാണ് ഗ്രേ പാറ്റേണോട് കൂടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മൊത്തം എലമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രേ ടെക്സ്ചർ പെയിൻറ്റുകളാണ്. അത് സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലും കോളംസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരുന്ന മറ്റൊരു പോർഷനാണ് ഇതുപോലുള്ള ഡോറുകൾ.
ഇതുപോലുള്ള വലിയ ഡോറുകൾ മെറ്റലിലാണ് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ റിച്ച് ഫീൽ കിട്ടുന്ന രീതിയിലും വരാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വുഡൻ ആയിട്ടുള്ള ഡോർ പ്ലെയിൻ കളർ ഗ്രീൻ കോമ്പിനേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കുന്ന ആൾക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഗ്ലാസ്സിലൂടെ, ഫിക്സഡ് ഗ്ലാസ്സിലൂടെയാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ദീപകിൻ്റെയും ധന്യയുടെയും വീടാണ്. ധന്യ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു ലൈവ്നെസ്, വെള്ളത്തിന്റെ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ചെയ്തപ്പോൾ? കുറെ നമുക്ക് വീട് വെക്കുമ്പോൾ കുറെ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ഒരു വാട്ടർ ബോഡി, ബുദ്ധന്റെ ഒരു സ്റ്റാച്യു. നമുക്കത് കണ്ടൊക്കെ പറഞ്ഞാൽ ഇതിലെങ്ങനെ നേരെ വീടിനകത്തേക്ക് കയറുമ്പോ തന്നെ ആദ്യം അത് പറയണം തോന്നി. കാരണം ആ ഒരു ഏരിയ അങ്ങനെയാണ്, അത്രക്കൊരു എനർജി ഇവിടെ. ഓപ്പൺ ഏരിയ എന്നുള്ളൊരു വേണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് വാട്ടർ ബോഡിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ബുദ്ധന്റെ സ്റ്റാച്യു വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ആർക്കിടെക്ട് നമുക്ക് ഭംഗിയായിട്ടൊരു വിൻഡോ തന്നു. അപ്പൊ ആ ഒരു ഏരിയ കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചുകൂടെ ഭംഗിയായി. ഒരു പീസ് ഏരിയ ആണ്. ശരിക്കും ഇത് റൂം എന്നുള്ള വിൻഡോ ആണോ? അതെ, ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ എന്നുള്ള വിൻഡോ ആണ്. അവിടെ ഒരു സൈഡിലേക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ആവശ്യമുള്ള ടൈമിൽ നമുക്ക് പ്രൈവസിക്ക് വേണ്ടി ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ വെള്ളം ഫുൾ ടൈം ഇങ്ങനെ വരും. മാക്സിമം ലൈറ്റും ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഓരോ മോർണിംഗിലും പിന്നെ ഈവനിങ്ങിലൊക്കെ കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. നൈറ്റ് ആണെങ്കിൽ നല്ല ആംബിയൻസ് ആണ് അത് കാണാൻ. വീട്ടിനകത്ത് ആംബിയൻസ് ഉള്ള സ്ഥലങ്ങൾ വേണമെന്നാണ് പറയാറുള്ളത് അല്ലെ? അങ്ങനെയാണ് ഈ ഒരു ഊഞ്ഞാല് പോലും ഇവിടെ അല്ലെ, സെപ്പറേഷൻ ആണ്. ഊഞ്ഞാല് ബുദ്ധന്റെ സ്റ്റാച്യു വേണമെന്നാണ് പറഞ്ഞപ്പോ രണ്ടും കൂടെ ഞങ്ങൾക്ക് ഒരു ഏരിയയിൽ വന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ? ഫ്ലോറിൽ ടൈല്, നോർമൽ ടൈലുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഗ്രേ കളർ. ഇങ്ങോട്ട് വരുമ്പോ ഒരു മൊറോക്കൻ ടച്ചുള്ള ടൈലുകൾ കൊണ്ടുവന്നു. അത് ഒരു പാസേജ് ആയി മാറി ഇതിലെ. അപ്പോൾ ഈ ഒരു വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു തന്നതാണ്. പിന്നെ ലിവിംഗിൽ നിന്ന് നേരെ ഇങ്ങോട്ടുള്ള ഒരു പാർട്ടീഷൻ സ്റ്റെയർ മെറ്റലാണ് പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? വുഡ് എന്താണ് ചെയ്തിട്ടുള്ളത്? മഹാഗണിയാണ് കംപ്ലീറ്റ് വുഡ് ചെയ്തിട്ടുള്ളത്. ആ റെഡ് കളർ അതിലേക്ക് നല്ലൊരു മാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ലിവിംഗിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ഒരു സോഫ സിറ്റിംഗ് പോലെ അല്ല, ഒരു സെലക്ടഡ് ഐറ്റം പോലെ അല്ലെ, ഒരു മാസ്റ്റർ പീസ് ആണ് ഇത്. സിമ്പിൾ ആയിരിക്കണം, എന്നാൽ കുറച്ചുകൂടെ എലഗന്റ് ആയിട്ടുള്ള രീതിയിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചെയ്തിട്ടുള്ളത്. കളർ തീം ആണെങ്കിലും എല്ലാം ബ്രൈറ്റ് ആവരുത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ? ഈ കേർട്ടൻസ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ മാച്ച് ചെയ്യുന്ന രീതി ചെയ്തു. അതുപോലെ ടി വി ഏരിയ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് മേലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ ലൈറ്റാണ് നിങ്ങൾ കാണുക, പക്ഷെ രണ്ട് വലിയ ഗ്ലാസുകൾ കാണുന്നത് അല്ലെ? മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. മാക്സിമം ലൈറ്റ് നമ്മുടെ വലിയൊരു കൺസേൺ ആയിരുന്നു. കാരണം ഡെയിലി നമുക്ക് മാക്സിമം ലൈറ്റ് യൂസ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഈ ലൈറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ. ഇനി ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ഡോർ ശ്രദ്ധിക്കായിരുന്നു. ഇതിന്റെ ഹൈറ്റ് നിങ്ങൾ മാക്സിമം 2.5 മീറ്ററോളം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഹൈലൈറ്റ് ആണ്, പറഞ്ഞു ചെയ്യിച്ചതാണ്. അതെ, അങ്ങനെ തന്നെ വലിയ ഡോർ വേണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, വീട്ടിനകത്തേക്ക് ഗ്രാൻഡ് ആയിട്ട് എൻ്റർ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് ഈ ഒരു സ്പേസ്, ഇതാണ് മറ്റൊരു ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് ടേബിൾ സിമ്പിൾ ആയിട്ട് 4 പേർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റ്, ചെറിയൊരു ഫാമിലിക്ക് എല്ലാം ഓക്കെ ആണ്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വ്യൂ, ഇവിടെ അലൂമിനിയം ഡോസ് കൊടുത്തിട്ടുണ്ടോ, സിസ്റ്റം വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്, സ്ലൈഡിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ കോർട്ട്യാർഡ് ആണല്ലേ? ഇവിടെയാണോ വാഷ് ബേസിൻ? അതെ, വാഷ് ബേസിൻ ഏരിയ വരുന്നത്. കാരണം നമുക്ക് പല സ്ഥലത്ത് നമ്മൾ എപ്പോഴും ടേബിളിന്റെ അടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ ഏരിയ എന്നുള്ളൊരു ഇത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതൊന്നും മാറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ആക്കി നമുക്ക് പ്ലാന്റ്സും കാര്യങ്ങളും വെക്കാനും വാഷ് ബേസിന് ഇരിക്കുന്ന ഏരിയ ഭംഗിയാക്കി. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 2 ഭാഗവും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇതുപോലുള്ള സീക്രട്ട് കാര്യങ്ങൾ വീട്ടിനകത്ത് ഒരുപാട് വേണം. നമ്മൾ എല്ലാ കാലത്തെയും പോലല്ല, വീട് ഒരു എമർജൻസി, വീടിനും വേണം ഒരു എമർജൻസി എക്സിറ്റ്. അതാണ്. ഓക്കെ, വലിയ കിച്ചൺ, ഓപ്പൺ കിച്ചൺ അല്ലേ? ഇവിടെ തന്നെ നല്ലൊരു ക്രോക്കറി ഷെൽഫ് അങ്ങ് കൊടുത്തു. നല്ല VIP പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ, ഗ്ലാസ് ഒക്കെ ഇവിടെ അങ്ങ് കൊടുത്തു. കുറച്ച് വേറെ ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന്. പൊതുവെ യാത്ര ചെയ്യുന്നവരാണ്, അപ്പൊ നമ്മള് ഓരോ സ്ഥലത്ത് പോകുമ്പോ അവിടുന്ന് കിട്ടുന്ന കുറെ സാധനങ്ങള് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഏരിയകളിലെ കൾച്ചറുകൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു വലിയ ഒരു യൂണിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഹൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചെയർസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കോട്സിലാണോ ചെയ്തിട്ടുള്ളത്? കോട്സ് അല്ല, ഇത് ഇങ്ങനെ കിച്ചൺ ടോപ്പ് ഏരിയക്ക് വരുന്ന ടൈലിന്റെ വേറെ ഒരു. ഓക്കെ, 45 ചെയ്തിട്ട് റൗണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതേ
ഒരു കളർ ചേഞ്ച് ആണ് ഇവിടെ ഇല്ല, സെയിം തന്നെയാണ്. ഓക്കെ, ഇവിടെ വാം ലൈറ്റ് ആണ് കൂടുതൽ, അതുകൊണ്ട് നമുക്ക് ആ കളർ വേരിയേഷൻ ഫീൽ ചെയ്യാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് PVC മൾട്ടിവുഡിൽ ചെയ്തിട്ട് അതിൽ ലാമിനേറ്റ്സ് ഇതുപോലെ ഒരു ലാമിനേറ്റ് നല്ലൊരു ഫീല് കിട്ടുന്ന മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഇതിന് മാച്ച് ചെയ്യുന്ന ടൈൽ എല്ലാം മാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫ്ലോർ ആണെങ്കിലും ഇതാണെങ്കിലും എല്ലാം മാറ്റ് ഫിനിഷ് ആണ്. ഒരു തിളക്കം ഇവിടെ വേണ്ട, നമ്മള് തിളങ്ങിക്കോളും, വേറെ ഒന്നും തിളങ്ങണ്ട. ഓക്കെ, ഈ ഒരു ഭാഗത്തും കുക്കിംഗ് ഏരിയ വരുന്നുണ്ട്. അതെ, കുക്കിംഗ് ഏരിയ നമ്മൾ കുറച്ച് പ്രൈവസി വേണം എന്നുള്ളതുകൊണ്ട് ഓപ്പൺ കിച്ചൺ. അതൊരു സീക്രട്ട് ആണ്. ഓപ്പൺ കിച്ചൺ ആണ്, എന്നാൽ ഇതിനകത്ത് പ്രൈവസി ഉള്ള ഏരിയ ഉണ്ട്. രണ്ട് പർപ്പസ് ആണ് കേട്ടോ അതിനകത്ത്. എല്ലാ ആക്സസറീസും കാര്യങ്ങളും കൊടുത്തു. എല്ലാം ഉണ്ട്. ആക്സസറീസ് വലിയ ട്രോളി യൂണിറ്റ് കൊടുത്തു അല്ലേ? ട്രോളി യൂണിറ്റ് ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ്. നമ്മുടെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇതാണല്ലോ. അതെ, ഈ ഒരു ഏരിയയിലേക്ക് മാറ്റിയതല്ല. പിന്നെ അത് മാത്രമല്ല എക്സ്ട്രാ ഒരു സപ്പോർട്ട് കിച്ചൺ ഒറ്റ കിച്ചൺ. ഞാനത് ചോദിക്കാതിരിക്കുന്നു. മിക്ക വീടുകളിൽ പോയാൽ കിച്ചൺ ഇത്രയും അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കും അപ്പുറത്തൊരു വർക്കിംഗ് കിച്ചൺ കാണുമെന്ന്. അങ്ങനെ ഷോക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കിച്ചൺ ഉണ്ടാക്കിയില്ല. ഇതന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതാണ് ധൈര്യം, അതാണ് കോൺഫിഡന്റ്. ഓക്കെ, ഈ ഒരു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുള്ളത്. ഇനി ഓരോ റൂമുകളായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ, എന്താ പറയുക, ഒരു സ്പെഷ്യൽ കളറാണ്. ടർക്കോയ്സിൻ്റെയും ഗ്രീൻ്റെയും ഒരു ഗ്യാപ്പുള്ള ഒരു കളറെന്ന് പറയണം. ആ ഒരു കോമ്പിനേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹെഡ് ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. ഹെഡ് ബോർഡ് നല്ല കുഷനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കാൻഡിലിവർ ആയിട്ടുള്ള കുഷൻ ബെഡ് കോട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് നമുക്ക് സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5 മീറ്ററോളം ഇത് വിടുത്ത് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലിയ വിൻഡോ നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു ഭാഗമാണ് കേട്ടോ അത്. ഇവിടെയും കളർ കോമ്പിനേഷനിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ വിൻഡോ. നല്ല വ്യൂ കിട്ടുന്ന ഭാഗം, നല്ല കാഴ്ച കിട്ടുന്ന ഭാഗം, സിറ്റ് ഔട്ടിലേക്ക് നേരെ നമുക്ക് വ്യൂ കിട്ടുന്ന ഭാഗം. അതുപോലെ ഈ വീടിൻ്റെ കിച്ചൺ വരെ ഇവിടുന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഹൈലൈറ്റ്. ഒരു വീടിൻ്റെ എല്ലാ ഭാഗവും ഇവിടെ ഇരുന്നാൽ കാണുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. അതാണ് ഈ ഒരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 2 ഡോർ ഷെൽഫ് വാർഡ്രോബ് വരുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ വാർഡ്രോബ്സ് എക്സ്ട്രാ ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ ബെഡ്റൂം എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വീഡിയോയിലൂടെ പറഞ്ഞു. മറ്റൊരു ഐഡിയ ആണ് ഇന്ന് പരിചയപ്പെടുത്താവുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ വീട്ടിലെ. വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഏകദേശം 4 മീറ്റർ ബൈ 5 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. അത്രയും വലിയ റൂമാണ്. അപ്പോൾ ഈ ഒരു വാളിനെല്ലാം പ്ലെയിൻ ആക്കിയിട്ട് കട്ടിയിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിന് നേരത്തെ പറഞ്ഞ പോലെ ഗ്രേ കളറിലെ ടൈലുകളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ വൈറ്റ് വോളാണ്. ഈ ഒരു ബെഡ് കോട്ട് മാത്രമാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ കാലൊക്കെ തട്ടിയാൽ ഡേഞ്ചർ വരാത്ത രീതിയിലുള്ള ഫാബ്രിക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ കേർട്ടൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പലരും നമ്മൾ ഇതുപോലെ റൂമുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ചോദിക്കാറുണ്ട് എന്ത് കളർ സ്കീമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കളറും എടുത്ത് പറയുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പീച്ച് ടോണാണ് വന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് പിങ്ക് ടോൺ, ഡസ്റ്റി പിങ്ക് എന്നൊക്കെ പറയും, പക്ഷേ ഒരു പീച്ച് ടച്ചാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ വാർഡ്രോബിലെ ലാമിനേറ്റ്സ് പോലും ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ലെങ്ത് ആയിട്ടുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ആക്കി. പലരും ചോദിക്കാറുണ്ട് ഇത് നേരെ അങ്ങ് ചെയ്താൽ പോലെയെന്ന്. പക്ഷേ പല ബോർഡുകളും ബെൻഡ് ആവാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് 2 പീസൊക്കെ ആയിട്ട് കൊടുക്കാറുള്ളത്. അതിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2100 സ്ക്വയർ ഫീറ്റ് ആണ്, 3 BHK ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ഹിഡൻ റൂം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ഈ കാണുന്നതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാം. പക്ഷേ അതിന് മുൻപ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കിയേ. താഴേക്ക് നമുക്ക് ഡൈനിങ് സ്പേസ് കാണാം. ആ കോർട്ട്യാർഡൊക്കെ കാണാവുന്ന വലിയൊരു സ്പേസ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യൂ ആണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്കുള്ള ലിവിങ്ങിലേക്കുള്ള വ്യൂ. നമുക്ക് ഗസ്റ്റുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതിനുള്ളൊരു സൗകര്യമുണ്ട്. ഇനി ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ഹാളിൽ ഇവിടെ ഒരു ബാർ യൂണിറ്റ് നമുക്ക് കാണാം. അതുപോലെ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഏരിയയും കൂടെ ആയിട്ടാണ് ഈ ഒരു ഏരിയ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് റൂം കാണാൻ പറ്റും കേട്ടോ. ഗസ്റ്റ് റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് താഴേക്കുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും ഹൈലൈറ്റ്. നേരത്തെ നമ്മൾ മാസ്റ്ററിൽ പറഞ്ഞ അതേ ഒരു ഫീല് കിട്ടുന്ന, ഗസ്റ്റിനും അതേ ഫീല് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുന്ന രീതിയിൽ ഈ വീട്ടിൻ്റെ മറ്റൊരു ഹൃദയഭാഗം എന്ന് പറയാം. മേലെ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, നല്ല വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ റൂമിലേക്ക് അങ്ങ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം പോലെ തന്നെ ഗ്രീൻ സ്കീമിലുള്ള നല്ലൊരു ബെഡ്റൂം. പക്ഷെ ഹൈലൈറ്റ് ഈ കാണുന്ന ഏരിയ തന്നെയാണല്ലോ. അത് അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കണ്ടില്ലേ. നമ്മൾ പുറത്തുനിന്ന് കണ്ട ബാൽക്കണി വ്യൂ വരുന്ന ഭാഗമാണ് കേട്ടോ അത്. ഇവിടുന്ന് സ്കൂളിലേക്കുള്ള വ്യൂ, ആ ഒരു ഭാഗം നാച്ചുറൽ
ബ്യൂട്ടിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓപ്പൺ സ്പേസ് കിട്ടുന്ന രീതിയിൽ. ഒരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട ഈ ഒരു വലിയ ഡോറുകൾ തന്നെയാണ്. ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ വൈഡായിട്ട് തന്നെ കാണണം. അത് ഈ ഒരു ആർച്ച് ഡിസൈൻ വുഡിലും മെറ്റലിലും കൂടെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ കാഴ്ചകൾ നമ്മൾ പറയുന്നത്. ഈ ഒരു ബെഡ്റൂമിലെ വാർഡ്രോബ് ഏരിയ എവിടെയാട്ടോ വരുന്നത്. പക്ഷേ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ സ്ഥലം, ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു തിയേറ്റർ തന്നെ സിമ്പിളായിട്ട് ഒരു വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു തിയേറ്റർ, സിമ്പിൾ തിയേറ്ററാണ്. 2 പേർക്ക് സുന്ദരമായിട്ട് ഇരിക്കാനുള്ള റിക്ലൈനർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് ചെയ്ത ഒരു തിയേറ്ററാണ്. വീടുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സൗണ്ട് പ്രൂഫാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതെല്ലാം മാക്സിമം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു 6 മീറ്ററോളമാണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. അതിനകത്ത് ഇത്രയും ഭംഗിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഇതിൽ അഡീഷണൽ ചെയറുകൾ ഇടാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടാകുമ്പോൾ വീടിനകത്ത് ഒരുപാട് ഇടങ്ങൾ വേണം. എന്നാലും നമുക്ക് അത് സ്പെൻഡ് ചെയ്ത് നമുക്ക് ഫാമിലിക്ക് കുട്ടികൾക്ക് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡിൽ നമുക്ക് ആ വീട്ടിലങ്ങ് ജീവിച്ചു പോകാം. വെറുതെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഒന്നും ഫീൽ ചെയ്യാതെ നമ്മുടെ വീട് എന്നുള്ള ഫീൽ വരുന്ന ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടല്ലോ. കുറഞ്ഞ പ്ലോട്ടിൽ കുറഞ്ഞ സ്ഥലമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ എഞ്ചിനീയർ റഫീഖ് ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് മാഗ്നോയുടെ ടീമാണ്. എല്ലാവരും നല്ലൊരു കോർഡിനേഷനിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകൾ നമ്മുടെ പേജിൽ ഒരുപാടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം.